ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മഗ് കേക്ക് ആണ് കേട്ടോ. അപ്പോൾ മഗ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. മൈദ, പഞ്ചസാര, കുറച്ച് ചോക്കോ ചിപ്സ്, ഇത് ഓപ്ഷണലാണ്. പിന്നെ ചോക്ലേറ്റ് പൗഡർ, പാല്, ചെറിയ ചൂടുള്ള പാലാണ്, പിന്നെ ഓയിൽ, വാനില എസൻസ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് എഗ്ലെസ് മഗ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ മഗ്ഗിനകത്തേക്ക് നന്നായിട്ട് പറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ സൈഡ് വശങ്ങളിലൊന്നും പറ്റി പിടിക്കില്ല. ആദ്യം തന്നെ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ, ഇതൊരു ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഈ ടേബിൾ സ്പൂണിൽ 3 ടേബിൾ സ്പൂൺ ഞാൻ അളന്നെടുത്തതാണ്. ഇങ്ങനെ 3 ടേബിൾ സ്പൂൺ മൈദ അളന്നതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. പഞ്ചസാര വേണ്ടതും സെയിം അളവാണ്. അതേ സ്പൂണിൽ തന്നെ 1, 2, 3 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാം എടുക്കുന്നത് ഒരേ അളവാണ്. കൊക്കോ പൗഡർ ഞാനിങ്ങനെ ആണ് എടുക്കുന്നത് കേട്ടോ. 1, 2. ഞാനിങ്ങനെ വടിച്ചാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഹീപ്പ് സ്പൂൺ ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാത്തിലും ഹീപ്പ് സ്പൂൺ തന്നെ അളവെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. 1, 2, 3 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഓയിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1, 2, 3 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണാണ്. അപ്പോൾ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണല്ലോ ചേർത്തത്. അപ്പം അതുകൊണ്ട് അത് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. മൈദയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത്തിരി സമയമെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചോക്ലേറ്റ് മഗ് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നട്ട്സ് വേണമെങ്കിലും ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചോക്കോ ചിപ്സാണ്. ഇത് ചോക്കോ ചിപ്സ് എടുത്ത് അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തു. അതിനുശേഷം പതുക്കെ ഒന്ന് താത്തി കൊടുത്തു. അധികം അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് അകത്തേക്കൊന്ന് താത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഞാനിത് മൈക്രോവേവ് ചെയ്യാൻ വെക്കുകയാണ്. മൈക്രോവേവ് അല്ല, ഞാനിത് OTG അവനിലാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. മഗ് കേക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ മൈക്രോവേവ് തന്നെയാണ്. 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ OTG അവനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഒരു 10-15 മിനിറ്റ് സമയം വേണ്ടി വരും. പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് പാലിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മഗ് കേക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. അങ്ങനെ ആ രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ആ വീഡിയോ കണ്ടിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ വേറൊരു മഗ് കേക്കും കൂടെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള OTGയിലേക്ക് ഞാനത് വെക്കാൻ പോവുകയാണ്. അതിന് ശേഷത്തെ എടുത്തിട്ട് കാണിക്കാം. നമ്മുടെ മഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയും ഇത് എത്ര നന്നായിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ടെക്സ്ചർ നോക്കൂ, നല്ല ക്രീമി ടെക്സ്ചറാണ്. നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.